Hello everyone, welcome to today's class. Our topic is factors influencing personality. ഇന്നത്തെ ക്ലാസ്സിൽ നാം പേഴ്സണാലിറ്റി അഥവാ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. പേഴ്സണാലിറ്റി അഥവാ വ്യക്തിത്വം എന്നത് ഒരാളുടെ ജീവിതത്തിലെ എല്ലാ പെരുമാറ്റങ്ങളെയും ആലോചനയും പ്രതികരണങ്ങളെയും സ്വാധീനിക്കുന്ന അത്യന്തം പ്രധാനമായ ഒരു ഘടകമാണ്. So by the end of this class, you will understand what personality means and what are the main factors influencing it. ആദ്യം നമുക്ക് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. പേഴ്സണാലിറ്റി മീൻസ് ദ യൂണീക്ക് കോമ്പിനേഷൻ ഓഫ് എൻ ഇൻഡിവിജ്വൽസ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ബിഹേവിയർ. അതായത് ഒരു വ്യക്തിയുടെ സ്വഭാവം, ചിന്ത, പ്രതികരണം, അതുപോലെ തന്നെ പെരുമാറ്റ രീതി എന്നിവയുടെ ഒരു തുകയാണ് വ്യക്തിത്വം, അല്ലെങ്കിൽ സമന്വയമാണ് വ്യക്തിത്വം എന്ന് പറയുന്നത്. പേഴ്സണാലിറ്റി നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ വ്യത്യസ്തത നൽകുന്നു. സൈക്കോളജിസ്റ്റ് പറയുന്ന പോലെ ദ ടോട്ടൽ പേഴ്സണാലിറ്റി ഓഫ് എ പേഴ്സൺ ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെൻറ്റ്. അതായത് പാരമ്പര്യവും ചുറ്റുപാട് അല്ലെങ്കിൽ പരിസരവുമാണ് വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്ന പ്രധാന ഘടകങ്ങൾ. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് രണ്ട് പ്രധാന ഘടകങ്ങളാണ്. ഒന്ന് ഹെറിഡിറ്റി, രണ്ടാമത്തേത് എൻവയോൺമെൻറ്റ്. ഇനി നമുക്ക് ആ രണ്ട് പ്രധാന ഘടകങ്ങളെക്കുറിച്ചും വിശദമായിട്ടൊന്ന് പഠിക്കാം. അത് നമുക്ക് ഹെറിഡിറ്റി അല്ലെങ്കിൽ പാരമ്പര്യം എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ഹെറിഡിറ്റി എന്നത് നമുക്ക് മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കുന്ന ശാരീരികവും മാനസികവുമായ ഗുണങ്ങളാണ്. ഇവ ജീനുകൾ മുഖേനയാണ് പകരുന്നത്. ദീസ് ക്വാളിറ്റീസ് ആർ ട്രാൻസ്മിറ്റഡ് ടു ദി പേഴ്സൺ ഫ്രം ഹിസ് പാരൻസ് ത്രൂ ജീൻസ് ഇൻ ദി ക്രോമസോം. അതായത് ഹൈറ്റ്, ഐ കളറ്, ഇൻ്റലിജൻസ്, സ്കിൻ ടോണ്, അങ്ങനെയുള്ള ചില ഗുണങ്ങൾ നമുക്ക് പാരമ്പര്യമായിട്ട് ലഭിക്കുന്നു. ഉദാഹരണത്തിന് അമ്മക്ക് കേളി ഹെയറിലാണെങ്കിൽ മക്കളിലും അതുപോലെ ഉണ്ടാകാം. അതുപോലെ തന്നെ അച്ഛനും അമ്മയും നല്ല ഹൈറ്റുള്ളതാണെങ്കിൽ മക്കളും അതുപോലെ നല്ല ഹൈറ്റുള്ളതാവാം. ഇത് പാരമ്പര്യ സ്വാധീനത്തിൻ്റെ ഉദാഹരണമാണ്. അക്കോർഡിംഗ് ടു പീറ്റർസൺ, ഹെറിഡിറ്റി മീൻസ് വാട്ട് എ പേഴ്സൺ ഗെറ്റ് ഫ്രം ഹിസ് ആൻസിസ്ട്രൽ സ്റ്റോക്ക് ത്രൂ ഹിസ് പാരൻസ്. അതായത് നമുക്ക് പാരമ്പര്യമായി ലഭിക്കുന്ന എല്ലാ ഗുണങ്ങളുടെയും ആകെ തുക അല്ലെ ആകെ ഫലമാണ് ഹെറിഡിറ്റി എന്ന് പറയുന്നത്. അങ്ങനെയാണ് പീറ്റർസൺ എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റ് പറയുന്നത്. അടുത്തത് ടൈപ്സ് ഓഫ് ഹെറിഡിറ്റി. ഹെറിഡിറ്റി എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട്. ഫസ്റ്റ് വൺ ബയോളജിക്കൽ ഹെറിഡിറ്റി ആൻഡ് സെക്കൻഡ് വൺ ഈസ് സോഷ്യൽ ഹെറിഡിറ്റി. അത് നമുക്ക് ബയോളജിക്കൽ ഹെറിഡിറ്റിനെ കുറിച്ച് നോക്കാം. അതിൽ ബയോളജിക്കൽ ഹെറിഡിറ്റി എന്ന് പറയുന്നത് മാതാപിതാക്കളിൽ നിന്ന് ജനിതകമായി ലഭിക്കുന്ന ഗുണങ്ങളാണ്. ഉദാഹരണത്തിന് ഇപ്പം ശരീരഘടന, കണ്ണിൻ്റെ നിറം, ചർമ്മത്തിൻ്റെ നിറം, ബുദ്ധിശക്തി, പിന്നെ പെരുമാറ്റ രീതി തുടങ്ങിയവ. ഇപ്പോൾ പറഞ്ഞാൽ ജീനുകൾ മുഖേന മാതാപിതാക്കൾ നമുക്ക് നൽകുന്ന ശരീര മനോഘടകങ്ങളാണ് ബയോളജിക്കൽ ഹെറിഡിറ്റി എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയിൽ വരുന്നത്. ഇത്രയാണ് ബയോളജിക്കൽ ഹെറിഡിറ്റിനെ കുറിച്ച് പറയാനുള്ളത്. നമുക്ക് നെക്സ്റ്റ് സോഷ്യൽ ഹെറിഡിറ്റിനെ കുറിച്ച് നോക്കാം. സോഷ്യൽ ഹെറിഡിറ്റി റിഫേഴ്സ് ടു ദി ട്രാൻസ്മിഷൻ ഓഫ് കസ്റ്റംസ്, ട്രഡീഷൻസ്, വാല്യൂസ് ആൻഡ് ബിലീഫ്സ് ഫ്രം വൺ ജനറേഷൻ ടു ദി നെക്സ്റ്റ്. അതായത് ഒരു തലമുറയിൽ നിന്നുള്ള സംസ്കാരം, ആചാരം, മൂല്യങ്ങൾ തുടങ്ങിയവ അടുത്ത തലമുറയിലേക്ക് പകരുന്നത്. അതിനെയാണ് സോഷ്യൽ ഹെറിഡിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് വീട്ടിലെ എൽഡേഴ്സ് പറയുന്ന പാഠങ്ങൾ, സമൂഹത്തിൻ്റെ ആചാരങ്ങൾ, വിശ്വാസങ്ങൾ ഇവയൊക്കെ സോഷ്യൽ ഹെറിഡിറ്റിയുടെ ഭാഗമാണ്. ഇപ്പം നമ്മളെ മുത്തശ്ശൻ അല്ലെങ്കിൽ മുത്തശ്ശി നമ്മളെ അച്ഛനമ്മക്ക് പറഞ്ഞു കൊടുത്ത പല കാര്യങ്ങളും ആയിരിക്കും ഇപ്പം നമ്മൾ ഈ ജനറേഷനിൽ നമ്മൾ കേട്ട് വളരുന്ന വിശ്വാസം, മൂല്യം അതൊക്കെ പറയുന്നത്. ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ ഫ്യൂച്ചർ ജനറേഷനും ചിലപ്പോൾ നമ്മളത് കൊടുക്കും. അപ്പോൾ ഇതെല്ലാം എന്താണ്, സോഷ്യൽ ഹെറിഡിറ്റിയുടെ ഭാഗമാണ്. ഇനി നെക്സ്റ്റ് സ്ലൈഡിൽ എന്ന് പറയുന്നത് സ്റ്റഡീസ് സപ്പോർട്ടിങ് ഹെറിഡിറ്റി. നമുക്ക് ചില പഠനങ്ങൾ നോക്കാം. അതായത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പേഴ്സണാലിറ്റിയിൽ ഹെറിഡിറ്റി എന്ന് പറയുന്നത് ഒരു ഫാക്ടറാണെന്ന് തെളിയിക്കുന്ന കുറച്ച് പഠനങ്ങളുണ്ട്. മെയിൻലി രണ്ടെണ്ണമാണ് ഉള്ളത്, രണ്ടാളുടെ പഠനം. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ഫ്രീമാൻ 1928 നടത്തിയ ടിൻ സ്റ്റഡി. അദ്ദേഹം കണ്ടെത്തിയത് എന്താണെന്ന് നമുക്ക് നോക്കാം. അവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ റിലേഷൻഷിപ്പ്, ഐഡൻറ്റിക്കൽ ട്വിൻസ്, ഫ്രട്ടേണൽ ട്വിൻസ്, സിബ്ലിങ്സ്, കസിൻസ്, ഇതിൻ്റെയൊക്കെ കോറിലേഷൻ IQ സ്കോർ രണ്ടാമത്തെ ടേബിളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം. അദ്ദേഹം കണ്ടെത്തിയത് എന്താണെന്ന് വെച്ചാൽ ഐഡൻറ്റിക്കൽ ട്വിൻസിന് IQ കോറിലേഷൻ 0.90 ആയപ്പോൾ ഫ്രട്ടേണൽ ട്വിൻസിന് അത് 0.60 മാത്രമാണ്. അതുപോലെ സിബ്ലിങ്സിന് അത് 0.50, കസിൻസിന് 0.25. അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്, ജെനറ്റിക് റിസംബ്ലൻസ് കൂടുന്തോറും ഇൻ്റലിജൻസിനും സാമ്യം കൂടുന്നു. അതായത് ജനിതക ഘടകങ്ങൾ വ്യക്തിത്വത്തിൽ വലിയ പങ്ക് വഹിക്കുന്നു എന്നർത്ഥം. പിന്നെ രണ്ടാമത്തെ പഠനം എന്ന് പറയുന്നത് ജെങ്സ് 1972 നടത്തിയത്. അതിലെന്താ പറയുന്നത് വെച്ചാൽ അഡോപ്റ്റഡ് ചിൽഡ്രൻസിൻ്റെ IQ അവരുടെ ബയോളജിക്കൽ പാരൻസിനോടാണ് കൂടുതൽ സാമ്യമുള്ളത്, ഫോസ്റ്റർ പാരൻസ് അതായത് വളർത്തു മാതാപിതാക്കളോടല്ല.
അത് സ്വാഭാവികമായി അങ്ങനെയാണല്ലോ. പിന്നെ നമുക്ക് ജന്മം നൽകിയ അച്ഛൻ്റെയും അമ്മേൻ്റെയും സ്വഭാവത്തിനോടായിരിക്കുമല്ലോ കുട്ടികൾ സാമ്യം പുലർത്തുന്നത്. അതിനാൽ തന്നെ പാരമ്പര്യ ഘടകങ്ങൾ വ്യക്തിത്വ വികസനത്തിൽ നിർണായകമാണെന്ന് പറയാം. അപ്പോൾ ഇത്രയാണ് ഹെറിഡിറ്റിനെക്കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് അടുത്ത ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായ എൻവയോൺമെൻറ്റിനെക്കുറിച്ച് നോക്കാം. എൻവയോൺമെൻറ്റ് ചുറ്റുപാടല്ലേ പരിസരം, അതിനെക്കുറിച്ച് നോക്കാം. എൻവയോൺമെൻറ്റ് ഇൻക്ലൂഡ്സ് എവറിതിങ് അതർ ദാൻ ഹെറിഡിറ്റി ദാറ്റ് എഫക്റ്റ് അവർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. പാരമ്പര്യം ഒഴിച്ചുള്ള എല്ലാ പുറം ഘടകങ്ങളും വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്നു. അക്കോർഡിംഗ് ടു വുഡ്വർത്ത്, എൻവയോൺമെൻറ്റ് കവേഴ്സ് ഓൾ ഔട്ട്സൈഡ് ഫാക്ടേഴ്സ് ആക്ടിംഗ് ഓൺ എ പേഴ്സൺ ഫ്രം ബർത്ത്, ഫിസിക്കൽ സറൗണ്ടിങ്സ്, സോഷ്യൽ റിലേഷൻസ്, എഡ്യൂക്കേഷൻസ് ആൻഡ് എക്സ്പീരിയൻസ്. അതായത് കുടുംബം, സ്കൂള്, സുഹൃത്തുക്കൾ, പിന്നെ സമൂഹം, ജീവിതാനുഭവങ്ങൾ, ഇവയെല്ലാം എന്താണ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് അഥവാ പരിസര ഘടകങ്ങളാണ്. നല്ല പരിസരം ലഭിച്ചാൽ വ്യക്തിത്വം നല്ല രീതിയിൽ വളരും. പക്ഷേ മോശമായ ഒരു പരിസരമാണ് ലഭിക്കുന്നതെങ്കിൽ അത് വ്യക്തിത്വത്തിലും സ്വാധീനം ഉണ്ടാകും, വ്യക്തിത്വത്തെ മോശമാക്കും എന്നർത്ഥം. അതാണ് ഈ ഒരു എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞൊരു സ്ലൈഡിൽ പറയാനുള്ളത്. ഇനി നാച്ചർ ഓഫ് എൻവയോൺമെൻറ്റ്. എൻവയോൺമെൻറ്റിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് 2 തരത്തിലുണ്ട്. ഫസ്റ്റ് വൺ ഇൻറ്റേർണൽ ഫാക്ടേഴ്സ്, സെക്കൻഡ് വൺ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. അതിൽ ഇൻറ്റേർണൽ ഫാക്ടേഴ്സിൽ എന്താണെന്ന് നോക്കാം. ഇൻറ്റേർണൽ ഫാക്ടേഴ്സിൽ ഉൾപ്പെടുന്നത് ഗർഭകാലഘട്ടത്തിൽ ലഭിക്കുന്ന പോഷണം, ഹോർമോണുകളുടെ പ്രവർത്തനം, രാസസ്രവങ്ങൾ തുടങ്ങിയവയാണ്. The embryo receives nutrition inside the womb of mother. It includes the various secretions, hormones, etc. ഉദാഹരണത്തിന് മാതാവിൻ്റെ ആരോഗ്യസ്ഥിതി, പോഷകാഹാരം മുതലായവ കുഞ്ഞിൻ്റെ ഭാവി വളർച്ചയെ സ്വാധീനിക്കും. അതായത് അമ്മ എന്താണോ ഇൻടേക്ക് ചെയ്യുന്നത് അതാണല്ലോ ഉള്ളിലുള്ള കുട്ടിക്ക് ലഭിക്കുക. അതാണ് ഇൻറ്റേർണൽ ഫാക്ടേഴ്സിൽ പറയാനുള്ളത്. ഇനി എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ജീവിതത്തിലെ എല്ലാ പുറം സാഹചര്യങ്ങളും ഉൾപ്പെടുന്നു. ഇപ്പം വീട്ടിലെ അന്തരീക്ഷം, സ്കൂളിലെ സൗഹൃദങ്ങൾ, സാമൂഹിക ബന്ധങ്ങൾ, കാലാവസ്ഥ, വിദ്യാഭ്യാസം എന്നിവ. ഇവയൊക്കെ ഒരാളുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്ന പ്രധാന ഘടകങ്ങൾ. ഇപ്പം വീട്ടിലെ അന്തരീക്ഷം എന്ന് വെച്ചാൽ വീട്ടിൽ നല്ല അന്തരീക്ഷമാണെങ്കിൽ ആ കുട്ടി വളരെ ഹാപ്പി ആയിരിക്കും. അപ്പോൾ അത് ആ കുട്ടിയുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കും. പിന്നെ സ്കൂളിലെ സൗഹൃദങ്ങൾ, നല്ല കൂട്ടുകെട്ടുകളിലാണ് നമ്മൾ പെടുന്നതെങ്കിൽ അത് നമ്മളെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നുണ്ടല്ലേ. ഇപ്പോൾ മോശം കൂട്ടുകെട്ടുകളിലാണെങ്കിൽ അതും നമ്മളെ സ്വഭാവത്തെ മോശമാക്കും. പിന്നെ ഇപ്പം നമ്മളത് ഏജിലെ കുട്ടികളോടാണ് കൂട്ടുകൂടുന്നുണ്ടെങ്കിൽ ആ ഒരു ലെവൽ ഓഫ് ആയിരിക്കും നമ്മളെ സ്വഭാവം ഉണ്ടാകുക. പക്ഷെ നമ്മളെക്കാളും കുറച്ചും കൂടി ഏജ് കൂടിയ കുട്ടികളോടാണ് നമ്മളെ സൗഹൃദമെങ്കിൽ എന്താണ് അവിടെ സ്വഭാവത്തിലുള്ള കാര്യങ്ങളും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ അതാണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ സ്റ്റഡീസ് സപ്പോർട്ടിങ് ഹെറിഡിറ്റി പറഞ്ഞു. അതുപോലെ തന്നെ സ്റ്റഡീസ് സപ്പോർട്ടിങ് എൻവയോൺമെൻറ്റും കൂടി ഉണ്ട്. അതിൽ എൻവയോൺമെൻറ്റിൻ്റെ പങ്ക് തെളിയിക്കുന്ന ചില ഗവേഷണങ്ങളുണ്ട്. അതിൽ ന്യൂമാൻ എറ്റാൾ എന്ന് പറയുമ്പോൾ ന്യൂമാനും പിന്നെ കുറച്ച് ആൾക്കാരും കൂടി 1937 നടത്തിയ ഐഡൻറ്റിക്കൽ ട്വിൻസിൽ സംബന്ധിച്ച് നടത്തിയ പഠനത്തിലെ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ടേബിളിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ ഐഡൻറ്റിക്കൽ ട്വിൻസ് റിയേർഡ് ടുഗദർ, ഐഡൻറ്റിക്കൽ ട്വിൻസ് റിയേർഡ് അപ്പാർട്ട്. അതായത് ഒരുമിച്ച് വളർന്ന ഇരട്ടക്കുട്ടികൾ, ഒരേ വീട്ടിൽ വളർന്ന ഇരട്ടക്കുട്ടികളും പിന്നെ വേർപിരിഞ്ഞ് വളർന്ന ഇരട്ടക്കുട്ടികളുടെയും ഹൈറ്റ്, വെയ്റ്റ്, ഇൻ്റലിജൻസിൻ്റെയൊക്കെ സ്കോർ ഇങ്ങനെ ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരുമിച്ച് വളർന്ന ട്വിൻസിലെ IQ വ്യത്യാസം 5.4 ആണ് ഉണ്ടായത്. പക്ഷേ വേർപിരിഞ്ഞ് വളർന്നവരിൽ 8.2 ആയി കണ്ടെത്തി. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഒരേ പാരമ്പര്യം ഉണ്ടായാലും പരിസര വ്യത്യാസം വ്യക്തിത്വത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്ന അർത്ഥം. പിന്നെ സ്കൊഡോക്ക് ആൻഡ് സ്കീലി 1949 നടത്തിയ മറ്റൊരു പഠനം എന്താണ് കാണിച്ചതെന്ന് വെച്ചാൽ ഫോസ്റ്റർ ഹോംസിൽ വളർന്ന കുട്ടികൾക്ക് ബയോളജിക്കൽ മദേഴ്സിനേക്കാൾ കൂടുതലായ IQ ലഭിച്ചു. അതായത് അവർക്ക് ചിലപ്പോൾ അവിടെ നല്ല പരിസരവും വിദ്യാഭ്യാസം, മോട്ടിവേഷൻ, പഠിക്കാനുള്ള മോട്ടിവേഷൻ അങ്ങനെയൊക്കെ ലഭിച്ചിട്ടുണ്ടാവാം. അത് അവരുടെ എന്തായി വ്യക്തിത്വ വികസനത്തിന് അത്യന്തം പ്രധാനമായ ഒരു ഘടകമായി മാറി. അപ്പം ഇത്രയാണ് ഹെറിഡിറ്റിനെയും എൻവയോൺമെൻറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്ത സ്ലൈഡ് എന്ന് പറയുന്നത് റിലേറ്റീവ് ഇമ്പോർട്ടൻസ് ഓഫ് ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെൻറ്റ്. അതാണ് നമുക്ക് പാരമ്പര്യവും പരിസരവും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളത് നോക്കാം. ഇവ രണ്ടും ഒരുപോലെ പ്രധാനമാണ്. ഹെറിഡിറ്റി സെറ്റ്സ് ദ ബയോളജിക്കൽ ലിമിറ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് ബട്ട് എൻവയോൺമെൻറ്റ് ഡിസൈഡ്സ് ഹൗ ഫാർ ദാറ്റ് ഡെവലപ്മെൻറ്റ് ക്യാൻ ഗോ. അതായത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ പാരമ്പര്യ പരിധി നിശ്ചയിക്കും, പക്ഷേ അതിനുള്ളിലെ വളർച്ച പരിസരമാണ് നിശ്ചയിക്കുന്നത്. അതിനാൽ തന്നെ എന്ത് പറയാം നമുക്ക്? പേഴ്സണാലിറ്റി ഈസ് ഇക്വൽ ടു ഹെറിഡിറ്റി ഇൻറ്റു എൻവയോൺമെൻറ്റ്. P ഈസ് ഇക്വൽ ടു H ഇൻറ്റു E. അതായത് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഹെറിഡിറ്റിൻ്റെയും എൻവയോൺമെൻറ്റിൻ്റെയും പ്രൊഡക്റ്റാണ്. ഇഫ് ഐദർ ഹെറിഡിറ്റി ഓർ എൻവയോൺമെൻറ്റ് ഈസ് 0, ടോട്ടൽ ഡെവലപ്മെൻറ്റ് വിൽ ബി അഫക്റ്റഡ്. അതായത് പാരമ്പര്യം നല്ലതായാലും പരിസരം മോശമാണെങ്കിൽ വ്യക്തിത്വം വളരുകയില്ല. അതുപോലെ തിരിച്ചും, ഇപ്പം പരിസരം നല്ലതായിട്ട് പാരമ്പര്യം മോശമാണെങ്കിലും എന്തില്ല, വ്യക്തിത്വം അല്ലെ പേഴ്സണാലിറ്റി
വളരുകയില്ല. ഇനി നമുക്ക് നെക്സ്റ്റ് അതേഴ്സ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പേഴ്സണാലിറ്റി നോക്കാം. അതിൽ 7 ഫാക്ടേഴ്സാണ് ഉള്ളത്. എഡ്യൂക്കേഷൻ ഫാക്ടർ, സെക്സ് ഫാക്ടർ, ഇൻ്റലക്ച്വൽ ഫാക്ടർ, ഇമോഷണൽ ഫാക്ടർ, സോഷ്യൽ ഫാക്ടർ, കൾച്ചറൽ ഫാക്ടർ. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇവ എങ്ങനെ വ്യക്തിത്വത്തെ ശക്തമായി സ്വാധീനിക്കുന്നു എന്നുള്ളത്. ഫസ്റ്റ് വൺ, എഡ്യൂക്കേഷൻ ഫാക്ടർ. എഡ്യൂക്കേഷൻ പ്ലേസ് എ വൈറ്റൽ റോൾ ഇൻ ദ കരിക്കുലം, ടീച്ചേഴ്സ് ആറ്റിറ്റ്യൂഡ്, കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ആൻഡ് ഡിസിപ്ലിൻ. ഇവയൊക്കെ എന്താണ് വ്യക്തിത്വ രൂപീകരണത്തിൽ പ്രധാനമാണ്. ഒരു നല്ല അധ്യാപകൻ്റെ മോട്ടിവേഷൻ വിദ്യാർത്ഥിയിൽ എന്ത് ചെയ്യും, ആത്മവിശ്വാസം വളർത്തും. പിന്നെ അതിലൂടെ വ്യക്തിത്വം രൂപപ്പെടും. ഇത്രയാണ് എഡ്യൂക്കേഷൻ ഫാക്ടേഴ്സിൽ പറയാനുള്ളത്. പിന്നെ നെക്സ്റ്റ് ഉള്ളത് സെക്സ് ഫാക്ടർ. സെക്സ് ഹോർമോൺസ് ഇൻഫ്ലുവൻസ് അവർ ബിഹേവിയർ ആൻഡ് ഇമോഷൻസ്. ആൺപെൺ വ്യത്യാസം അനുസരിച്ച് എന്ത് ചെയ്യും, പെരുമാറ്റ മാതൃകകളും വ്യത്യസ്തമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് അഗ്രഷൻ, ജെൻഡർനെസ്, ഇമോഷൻസ്, എക്സ്പ്രഷൻ മുതലായി. ഇപ്പം ഗേൾസ് പൊതുവേ ഇമോഷണലി കുറച്ചൊരു വീക്കായിരിക്കും, പക്ഷേ ബോയ്സ് എന്താണ് ഇമോഷണലി കുറച്ചും കൂടി സ്ട്രോങ് ആയിരിക്കും. അതാണ് സെക്സ് ഫാക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ഇൻ്റലക്ച്വൽ ഫാക്ടർ. ബുദ്ധിശക്തി വ്യക്തിയുടെ തീരുമാനങ്ങൾക്കും ജീവിതവുമായുള്ള ക്രമീകരണങ്ങൾക്കും സ്വാധീനമേൽപ്പിക്കുന്നുണ്ട്. ഇൻ്റലിജൻ്റ് വ്യക്തിക്ക് അവനവൻ്റെ പ്രശ്നങ്ങൾ എളുപ്പം പരിഹരിക്കാൻ കഴിയും. കുറച്ചൊരു ഇൻ്റലിജൻ്റ് കൂടി ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് ഒരു പ്രശ്നം വന്നിട്ടുണ്ട്, പെട്ടെന്ന് അവർക്ക് അതിനെ നേരിടാൻ പറ്റും, ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും. അതാണ് ഇൻ്റലക്ച്വൽ ഫാക്ടർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ, ഇമോഷണൽ ഫാക്ടർ. ഇമോഷണൽ സ്റ്റെബിലിറ്റി ഈസ് വെരി എസെൻഷ്യൽ. കുട്ടിക്കാലത്ത് ലഭിക്കുന്ന സ്നേഹവും സുരക്ഷ വ്യക്തിത്വത്തെ നല്ല രീതിയിൽ വളരാൻ സഹായിക്കുന്നു. പക്ഷേ അമിതമായ സ്നേഹമോ അല്ലെ അവഗണന, ഡിപ്പെൻഡൻസി, ടെൻഷൻ, ആങ്സൈറ്റി പോലെയുള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ അതുണ്ടാക്കാം. നെക്സ്റ്റ് വൺ, സോഷ്യൽ ഫാക്ടർ. സാമൂഹിക ഘടകങ്ങൾ വ്യക്തിയുടെ പെരുമാറ്റത്തെ വളരെയധികം സ്വാധീനിക്കും. അപ്പോൾ സൊസൈറ്റി എക്സ്പെക്ട്സ് അസ് ടു ബിഹേവ് ഇൻ സർട്ടൻ അപ്രൂവ്ഡ് വേസ്. സോഷ്യൽ സ്റ്റാറ്റസ്, ഫ്രണ്ട്സ്, കമ്മ്യൂണിറ്റി ഇവ വ്യക്തിയുടെ സെൽഫ് ഇമേജിനും സോഷ്യൽ കോൺഫിഡൻസിനും എന്തുണ്ട്, കാരണമാകുന്നുണ്ട്. നെക്സ്റ്റ് വൺ, കൾച്ചറൽ ഫാക്ടർ. ഓരോ സംസ്കാരത്തിനും തങ്ങളുടെ സ്വന്തം പെരുമാറ്റ മാതൃകകളും മൂല്യങ്ങളും ഉണ്ട്. നമ്മുടെ സംസ്കാരപരമായ പശ്ചാത്തലം നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ എന്താണ്, ഒരു ഭാഗമാകുന്നുണ്ട്. അതാണ് ഈച്ച് കൾച്ചർ ഹാസ് ഇറ്റ്സ് ഓൺ പാറ്റേൺ ഓഫ് ബിഹേവിയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫാമിലി ഫാക്ടർ. ഫാമിലി ഈസ് ദ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്കൂൾ ഓഫ് എ പേഴ്സണാലിറ്റി. മാതാപിതാക്കളുടെ സമീപനം, വീട്ടിലെ സ്നേഹബന്ധം, കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി, വിദ്യാഭ്യാസം ഇവയൊക്കെ കുട്ടിയുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ പ്രധാനമാണ്. നല്ല കുടുംബാന്തരീക്ഷം ആത്മവിശ്വാസവും ഉത്തരവാദിത്വ ബോധവും വളർത്തുന്നു. അതായത് ഇപ്പം മാതാപിതാക്കളുടെ എങ്ങനെയാണോ കുട്ടീനോട് ബിഹേവ് ചെയ്യുന്നത്, പിന്നെ വീട്ടിലെ സ്നേഹബന്ധം, നല്ല സ്നേഹത്തോടെയാണ് വീട്ടിൽ കഴിയുന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയും കുട്ടിയും തമ്മിലുള്ള ആ ഒരു ഇതെങ്കിൽ അത് പേഴ്സണാലിറ്റിയെ ബാധിക്കും. പിന്നെ കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി, ഇപ്പം ഒരു പുവർ ഫാമിലിയിലാണ് ജനിച്ചു വീഴുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്കൊരു ലിമിറ്റ് ഉണ്ടല്ലേ, പൈസ ചിലവാക്കുന്നതിന് നല്ലൊരു രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷൻ കിട്ടുന്നതിലായാലും. അപ്പോൾ അതൊക്കെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ കുടുംബാന്തരീക്ഷം, ഇപ്പം വീട്ടിൽ അച്ഛനിങ്ങനെ കള്ളു കുടിച്ച് ദിവസവും പ്രശ്നമാക്കുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ആണെങ്കിൽ അത് കുട്ടിയെ നല്ല രീതിയിൽ ബാധിക്കും അല്ലേ. കുട്ടിയുടെ മാനസിക സ്ഥിതിയും ഇപ്പം സ്റ്റഡീസിനെ ആയാലും നല്ല രീതിയിൽ അത് ബാധിക്കും. അതാണ് ഫാമിലി ഫാക്ടർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കൊരു കൺക്ലൂഷനായിട്ട് എന്താ പറയുക, നാം പഠിച്ചതുപോലെ പേഴ്സണാലിറ്റി ഈസ് ഷേപ്ഡ് ബൈ ദി കമ്പൈൻഡ് ഇൻഫ്ലുവൻസ് ഓഫ് ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെൻറ്റ്. ഹെറിഡിറ്റി പ്രൊവൈഡ്സ് ദ ഫൗണ്ടേഷൻ വൈൽ എൻവയോൺമെൻറ്റ് ഡിസൈഡ്സ് ഹൗ ദാറ്റ് പൊട്ടൻഷ്യൽ ഈസ് എക്സ്പ്രസ്ഡ്. അപ്പം മലയാളത്തിൽ പറയുകയാണെങ്കിൽ പാരമ്പര്യം അടിത്തറയൊരുക്കുന്നു, പരിസരം ആ അടിത്തറയിൽ വീട് പണിയുന്നു. ഇപ്പം നമ്മളൊരു വീട് കെട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ തറ പണിയും അല്ലേ, ആ തറേൻ്റെ മുകളിലാണ് വീട് പണിയുന്നത്. ആ തറയാണ് എന്ത് ചെയ്യുന്നത്, വീടിനെ സ്ട്രോങ് ആയിട്ട് നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടിൻ്റെയും പങ്ക് ഒരുപോലെ പ്രധാനമാണ്. ഇപ്പോൾ എൻവയോൺമെൻ്റ് ആയാലും ശരി, ഹെറിഡിറ്റി ആയാലും ശരി, രണ്ടും പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന്, പേഴ്സണാലിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് നല്ലോണം. ഓരോ വ്യക്തിയും വ്യത്യസ്തരാണ്, കാരണം അവരിൽ പാരമ്പര്യവും ഇപ്പോൾ ചുറ്റുപാടും വ്യത്യസ്തമായി പ്രവർത്തിക്കുന്നു. താങ്ക് യു ഓൾ ഫോർ ലിസണിങ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദ കൺസെപ്റ്റ് ഓഫ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പേഴ്സണാലിറ്റി. Also a special thanks to Mrs. Shreya for preparing this wonderful presentation. Once more, thank you all. Thank you.